നീ ഇതെവിടെയായിരുന്നു? ഞാൻ സ്റ്റേജിന്റെ പുറകിൽ ഒന്ന് റോന്ത് കിട്ടി. അവിടെ ആവുമ്പോ മൊത്തമായിട്ട് കാണാമല്ലോ. പല ഷേപ്പിലല്ലേ പീസുകള്. ആദ്യം കണ്ടപ്പോ ഒന്നും പറയണ്ട അറിയാ, കുളിര് കോരിപ്പോയി. അങ്ങോട്ട് പോവാ. വേണ്ട വേണ്ട, എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല. ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം. ഇതിനൊരു 40 മാർക്ക് ഞാൻ കൊടുക്കും. നീയോ? അത്രയ്ക്കൊന്നുമില്ല. തൊലി വെളുപ്പ് മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സ് പോരാ. ടീച്ചേഴ്സ് അല്ലടാ, ടീച്ചേഴ്സ്. എടാ കിച്ചു, ഇത് നിന്റെ ലക്കി കൂപ്പണല്ലേ? ഇത് ഏത് മാളത്തിൽ ഒളിച്ചിരുന്നു? ഇതിന്റെ ഫീച്ചേഴ്സ് ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. എങ്കിൽ ഇതിന് എത്ര മാർക്ക് കൊടുക്കാം? ഇതിന് മാർക്കല്ല, എന്റെ മനസ്സ് തന്നെ കൊടുത്തു കഴിഞ്ഞില്ലേ? ഷീസ് നൈസ്, ബ്യൂട്ടിഫുൾ. ഇവളെ നമുക്ക് വേണം. എത്ര പ്രതിഫലം ചോദിച്ചാലും കൊടുത്തരെ. കമ്പനിയുടെ പ്രസ്റ്റീജിയസ് മോഡലാക്കണം ഇവളെ. കറക്റ്റ്, ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? എന്നാൽ അവളെ ഡീറ്റെയിൽസ് ചോദിച്ച് ഫിക്സ് ചെയ്യ് ഇപ്പൊ തന്നെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകുമോ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? മനുസാറിന് വേണ്ടി എത്ര പെൺപിള്ളേരുടെ പുറകെ ഞാൻ പോയിട്ടുണ്ട്, എത്ര പേരുടെ തെറി കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മനുസാറിന്റെ താല്പര്യത്തിന് ഞാൻ കൂട്ടി നിന്നിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത്. ഇപ്പൊ അതും. എടാ മോനെ, നിന്റെ ജീവിത ലക്ഷ്യം എന്താ? സ്വന്തമായൊരു കമ്പനി, സന്തോഷകരമായൊരു ജീവിതം. ഇതൊക്കെ ആര് വിചാരിച്ചാ നടക്കുക? ഈ മുതലാളി ആണല്ലോ. തറവാട് കൈവിട്ടു പോകാതിരിക്കാൻ മാസാമാസം ഗംഗാധര മുതലാളിക്ക് പലിശ അയക്കുന്നില്ലേ? എവിടെന്നാ പണം? ഈ മുതലാളിയുടെ പോക്കറ്റിൽ നിന്ന്. മനുസാറ് സന്തോഷിക്കുന്നിടത്ത് നിന്റെ ജീവിതം രക്ഷപ്പെടുകയാണ്. അത് നീ മറക്കണ്ട. അതൊക്കെ ശരിയാ. എന്നാലും കുന്നാലും ഒന്നുമില്ല. തൽക്കാലം ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും. ഇനി അവൾക്ക് നിന്നോട് വല്ലതുണ്ട്? അതുമില്ല. അവള് കോടീശ്വരനെ കെട്ടാൻ നടക്കാന്ന് നീയല്ലേ പറഞ്ഞത്? എടാ കിച്ചു, സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാൻ മാത്രമേ നമുക്കൊക്കെ കഴിയൂ. അത് പ്രാവർത്തികമാക്കാൻ സമ്പത്ത് വേണം. എനിക്കോ നിനക്കോ അതില്ല. അതൊക്കെ അർഹിക്കുന്നവർക്ക് വിട്ടുകൊടുക്ക്. മുതലാളിയോട് കൂറുള്ള ഒരു തൊഴിലാളിയായി ജീവിക്കും. ഇനി ഒന്നും ആലോചിക്കണ്ട. ഐമാറ്റിലെ പുതിയ മോഡലായി അവളെ നിയമിച്ച കാര്യം നീ എന്ന് അറിയിക്കും. വാട ചക്കരെ. മിസ് അഖില, ഡയലോഗ് ഓക്കെ ആണോ? ഷോട്ട് റെഡിയാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരി സാർ. കണ്ണ, ഈ ആംഗിൾ ഫിക്സ് ചെയ്തു. ഓക്കെ. അതെ, ഏത് ആംഗിളാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇതാണോ ഇതാണോ? എന്തിനാ? കോസ്റ്റ്യൂം കൊടുക്കാനാ. ആംഗിളൊക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. താൻ പോയി കോസ്റ്റ്യൂം കൊടുക്കും. ചേടാ, ആംഗിൾ അനുസരിച്ചല്ലേ കോസ്റ്റ്യൂം കൊടുക്കാൻ പറ്റുള്ളൂ. സോറി മാഡം, ഞാൻ അല്പം തിരക്കിലായി പോയി. എല്ലായിടത്തും എന്റെ ഈ 2 കണ്ണുകൾ തന്നെ എത്തണം. കോസ്റ്റ്യൂം സെക്ഷൻ, ക്യാമറ സെക്ഷൻ, ലൈറ്റിംഗ് സെക്ഷൻ. ചുരുക്കി പറഞ്ഞ ഞാൻ ഇവിടുത്തെ ഒരു ഓൾറൗണ്ടറാ. ഇതാ മാഡത്തിന്റെ കോസ്റ്റ്യൂം. കോസ്റ്റ്യൂം അളവ് കറക്റ്റാ. ഇതിന്റെ ബാക്കി എവിടെ? ബാക്കിയാ? ഇല്ല, ഇത്രേ ഉള്ളൂ. അറേബ്യൻ ജ്വല്ലറിയുടെ ആഡ് എന്നല്ലേ പറഞ്ഞത്? അതെ, ആധുനിക നാരിയുടെ ആധുനിക സ്വർണ്ണ സങ്കല്പം. നോൺസെൻസ്. ഇത്തരം ഡ്രസ്സുകളൊന്നും ഞാൻ ധരിക്കില്ല. ധരിക്കില്ലേ? ഇതെന്ത് കൂത്താ? പിന്നെ ആര് ധരിക്കും? ഞാനാ? ലുക്ക്, അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഞാൻ ഇത് ധരിക്കില്ല. ഇങ്ങോട്ട് നോക്കിയേ. കുട്ടി ഇത് ധരിച്ചില്ലെങ്കിൽ മുതലാളിയുടെ പണി കിട്ടുന്നത് എനിക്കായിരിക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പോയി ഡയറക്ടറോട് പറ. അതെ, പണത്തിന്റെ പ്രശ്നമാണെങ്കിൽ മുതലാളിയോട് പറഞ്ഞ് ശരിയാക്കാം. തുണി കുറയും തോറും മണി കൂടും. എന്താണ് ഇവിടെ? സാർ, ഈ കുട്ടി ഈ കോസ്റ്റ്യൂം ധരിക്കുന്നില്ല. കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ധരിക്കുന്നില്ല. സാർ ഒന്ന് ധരിപ്പിക്കും. നിർത്തണം. എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? സ്ത്രീ ഒരു പ്രദർശന വസ്തുവാണെന്നോ, എന്ത് കൂത്താട്ടത്തിന് നിന്ന് തരണമെന്നോ? സ്ത്രീയെ ആദരിക്കാൻ അറിയാത്തവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണോ ഇത്? ഇതാണോ ഈ കുട്ടി ധരിക്കേണ്ടത്? ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആഡ് ഫിലിമാണ്, ബ്ലൂ ഫിലിം അല്ല. ഓ സോറി മിസ് അഖില. കൊണ്ടുപോടോ. കോസ്റ്റ്യൂമിനല്ലല്ലോ സാർ പ്രാധാന്യം, സ്വർണ്ണാഭരണങ്ങളാൽ പൊതിഞ്ഞ ഈ സുന്ദര മേനിക്കല്ലേ. കോൺസെപ്റ്റ് വേണേ മാറ്റാം, പക്ഷെ സ്ത്രീയുടെ മനസ്സ്, സംസ്കാരം ഇത് മാറ്റാനാവില്ല. മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല.
എന്താണോ ഇത്? പള്ളിയിൽ അച്ഛന്റെ ലോഹയം. സ്ത്രീ ശരീരം മൂടിക്കെട്ടി വെക്കാനുള്ളതല്ല. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അല്പം കലാബോധം വേണം. ആഡ് ഫിലിമാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ കഥകളിയോ ഓട്ടംതുള്ളലോ ഒന്നുമല്ല. പോയി വല്ല ബിക്കിനിയോ മിനിസ്കർട്ടോ എടുത്തോണ്ട് വാടോ. ബി സെക്സി മാൻ, ഐ സേ ബി സെക്സി. എന്താണോ വായും പൊളിച്ചിരിക്കുന്നത്? ഇനിയെങ്കിലും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇന്നിന് ഷൂട്ടിംഗ് മതി. പാക്കപ്പ് പോടോ. സോറി മിസ് അഖില, ഈ മൂഡിൽ ഇന്നിനി ഷൂട്ടിംഗ് വേണ്ട. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. സാറിന്റെ മൂഡ് കളഞ്ഞതിന് ഞാനാ സോറി പറയേണ്ടത്. സാറല്ല, മനു. അങ്ങനെ വിളിച്ചാൽ മതി. നമുക്ക് ഷൂട്ടിംഗ് നാളെ ആക്കിയാലോ? നല്ല മൂഡിൽ. നാളെ നാളെ എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട്. എന്താ? പേഴ്സണലാ. എന്നാൽ അഖിലേക്ക് ഒഴിവുള്ളത് എപ്പോഴാണോ അപ്പോൾ. ഓക്കെ. താങ്ക് യു സർ. സാറല്ല, മനു. താങ്ക് യു മനു. ഞാൻ വരട്ടെ. അഖില, തന്റെ ഈ ചിരിയുണ്ടല്ലോ, അതാ ക്യാച്ചിങ്. ചിരിക്കുമ്പോ അഖില കൂടുതൽ സുന്ദരിയാവുന്നു. താങ്ക് യു മനു. വെൽക്കം. ഗംഭീരമായിരിക്കുന്നു പെർഫോമൻസ്. എക്സലന്റ്. അതൊക്കെ ശരി, പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താ? നാളെ എന്താണ് അവൾക്കൊരു പേഴ്സണൽ കാര്യം? വേറെ വല്ലവരുമായി? അതൊന്നുമല്ല സാർ. ആ കുട്ടിയുടെ ബയോഡേറ്റ കണ്ടു. കണ്ടു. നാളെ അവളുടെ ബർത്ത്ഡേയാ. ഓ, അത്രേ ഉള്ളൂ. ആ ടെൻഷൻ അങ്ങ് മാറി. സാർ, ഈ ബർത്ത്ഡേ പിടിച്ച് നമുക്കൊരു ചീട്ടിറക്കിയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, അഖില സാറിന്റെ മനസ്സിൽ കയറിയെങ്കിലും അഖിലയുടെ മനസ്സിൽ സാറ് കയറണ്ടേ? അതിനൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇത്തിരി പണച്ചെലവുള്ള കാര്യമാണ്, പക്ഷെ പണം സാറിനൊരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് ആദ്യം പണം തരൂ, എന്നിട്ട് ഞാൻ പ്ലാൻ പറയാം. നടക്കൂ? നടന്നിരിക്കും. എന്തിനായി പിശുക്ക്? അഖില സാറിന്റേതായ പോരെ. കിച്ചു, ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റാണാ നീ? അസറ്റ്. താങ്ക്സ്. അഖില, എന്തിനായിരിക്കും കിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. എന്തോ വിശേഷം ഉണ്ടല്ലോ ഇവിടെ. I don't know. എന്തൊക്കെ ചെയ്തൊക്കെ? മിസ് അഖില മേനോന് പിറന്നാൾ സമ്മാനം. അതിന് ഇന്നെന്റെ പിറന്നാളാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞില്ല, പക്ഷെ മനു അറിഞ്ഞു. ദാറ്റ് ഈസ് മനു സാർ. മനു സാറിന്റെ വകയാണ് ഇതെല്ലാം. സാറിന് ഒരാളെ ഇഷ്ടപ്പെട്ട അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കും. അതൊരു നമ്പറാ. നമ്പറോ? അതുപോലെ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ മറ്റാർക്കില്ലാത്തൊരു ക്വാളിറ്റി. തീർന്നിട്ടില്ല, അതെ ഇതും കൂടി ഉണ്ട്. മാനത്ത് തെളിയുന്ന മാരിവില്ല് പോലെ മനോഹരിയായ ഈ മുത്തിന് മനുവിന്റെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഇത് മനുസാർ എഴുതിയതാണോ? ഏയ്, ഞാൻ എഴുതിയത്. ജസ്റ്റ് ജോക്കിംഗ്. മനു സാറിന്റെ ബിസിനസ് ഹൃദയത്തിന്റെ ഒരു കോണിൽ കവിഭാവനയുള്ള ഒരു കലാകാരനുണ്ട്. I can't believe it. Oh, you have to. Many, many happy. Hello. ഹാപ്പി ബർത്ത്ഡേ അഖില. Thank you, Manu. ഇറ്റ് വാസ് ക്വൈറ്റ് അൺഎക്സ്പെക്ടഡ് അല്ലേ? മനസ്സിൽ എന്താണ് ഇങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ? സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിമിഷം കൊണ്ടല്ലേ ആ പെണ്ണിനെ കയ്യിലെടുത്തത്. വശീകരണത്തിൽ സാറ് മാസ്റ്റർ ബിരുദം എടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. വർമാജി, ഇതിന് വലിയ ബിരുദമൊന്നും വേണ്ട. ചില ചില്ലറ പൊടിക്കൈകൾ മതി. ആദ്യം നമ്മളൊരു ജെന്റിൽമാനാണെന്ന തോന്നലുണ്ടാക്കണം. പിന്നെ അവരുടെ സൗന്ദര്യത്തെ ഒന്ന് പുകഴ്ത്തി പറയണം. മൂന്നാമതായിട്ട് കുറച്ച് ചില്ലറ എറിയണം. സംഗതി ക്ലീൻ. പക്ഷെ ഇതൊരു റെയർ കേസാ. ലൈഫിൽ ഒരുപാട് അംബിഷൻസ് ഉള്ള പെൺകുട്ടിയാണ് അഖില. വർമാജി നോക്കിക്കോ, ഞാൻ അഖിലെ ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റാക്കി മാറ്റും. ഓ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. അവൾ ലേക്ക് സൈഡിൽ കാത്തിരിക്കും. ചെറിയൊരു കറക്കം. ഓൾ ദി ബെസ്റ്റ് സാർ. യു ആർ എ ലക്കി മാൻ. താങ്ക് യു. നോ മെൻഷൻ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അപ്പൊ വർമാജി എല്ലാം പറഞ്ഞതുപോലെ. നില്ലേ തന്നോടല്ലോ.
മരുമോൻ എങ്ങോട്ടത്ര ആ, തിടുക്കത്തില് അത് പിന്നെ രഞ്ജു കാത്തിരിക്കും ഇന്ന് നേരത്തെ ചെല്ലാമെന്ന് പറഞ്ഞു. ശ്ശോ, ഭാര്യയോട് എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. എന്നാലേ രഞ്ജു കാത്തിരിക്കില്ല, അവള് കരാട്ട പഠിക്കാൻ പോയി. കരാട്ട പഠിക്കാനോ? എന്തിന്? അളിയൻ അറിഞ്ഞില്ലേ? പത്രത്തിലുണ്ടായിരുന്നു. ദുഃഖിതരും പീഡിതരുമായ അബലകൾക്ക് കരുത്തു പകരാനായിട്ട് വിമൻസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പരിശീലന ക്ലാസ്. രഞ്ജുവിനെ കൊണ്ടാക്കിയിട്ടാ ഞങ്ങൾ വരുന്നത്. അവൾക്കെന്ത് ദുഃഖം, അവൾക്കെന്ത് പീഡനം? ദുഃഖിക്കുന്നത് ഞാനല്ലേ, അവള് നിനക്ക് കിട്ടിച്ചു തന്നതിൽ. ഏതായാലും മരുമോൻ ഇരിക്കേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴോ? നാളെ പോരെ? വേറെ ചില അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ആ അപ്പോയിന്റ്മെന്റ് മാറ്റിവെക്കളിയാ. വല്ലിച്ചം വല്ലപ്പോഴും തരുന്ന അപ്പോയിന്റ്മെന്റ് അല്ലേ? ബാലു, നീ പരിധി വിടുന്നു. അളിയൻ പരിധിക്ക് പുറത്തു പോകാതെ ഇവിടെ ഇരിക്കും. എന്താണ് അമ്മാവ ഭാവി കാര്യം? അമ്മാവ, ഭാവി കാര്യം പറഞ്ഞു കൊടുക്ക്. ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വല്യച്ഛന് പറയേണ്ടി വരും. അളിയൻ ഇരിക്ക്. അത്യാവശ്യമായിട്ട് ചില കാര്യം. ഇരിക്കണ അവിടെ. ഹേയ്, പ്ലാൻ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ മനു വന്നാലേ അറിയൂ. എന്നാലും ഞാനൊന്ന് ഗസ് ചെയ്തു. കാറിൽ ഒരു നഗരപ്രദക്ഷിണം, ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ഒരു ലഞ്ച്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ചോക്കോബാർ. ദാറ്റ്സ് ഓൾ. പോടി കുശുമ്പി. ഓക്കെ, ബൈ. ഹലോ, ഇവിടെ ഇവിടെ. കിച്ചു, ഇയാളെന്താ ഇവിടെ? ഡ്യൂട്ടി മാഡം, ഡ്യൂട്ടി. ഡ്യൂട്ടിയോ? ഇവിടെയോ? മനു എവിടെ? മനുവാ? മനു സാറെന്ന് വിളിക്ക്. ആ, ഇപ്പൊ സാറല്ലല്ലോ, ഫ്രണ്ട് അല്ലേ. കിച്ചു വേണ്ട, മനു എവിടെന്ന് പറ. മനു സാറ് അവിടെ ഡ്യൂട്ടിയില്ല. ഇവിടെ ഈ ബ്യൂട്ടിയുടെ ഡ്യൂട്ടിക്കായി എന്നെ എന്ത് പറഞ്ഞു. ഡ്യൂട്ടി? മനു സാറ് വരാൻ ഇത്തിരി വൈകും. അതുവരെ തനിക്കൊരു കമ്പനി കൊടുക്കാൻ എന്നെ പറഞ്ഞു വെച്ചിരിക്കുക. എന്റെ മൂഡ് കളഞ്ഞു. അയ്യോ, എവിടെ കളഞ്ഞു? ഞാൻ എടുത്തു തരാലോ. നോൺസെൻസ്. ഏയ് അഖില, അവിടെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഏയ്